ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ ആട്ടിക്കൊണ്ടുവന്ന പാത്രത്തിൽ അടിഞ്ഞു കൂടി നിൽക്കുന്ന മട്ട്, ഞങ്ങൾ മട്ട് എന്നാണ് പറയുക കേട്ടോ. അത് ഈ കന്നാസിൽ ഉണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലൊന്നുമില്ല. അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുലുക്കിയെടുത്തു, എന്നിട്ട് ഒഴിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ആകെ ഇത്തിരിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത്, ചിലർക്കൊക്കെ ഒരുപാട് മട്ട് ബാലൻസ് ഉണ്ടാവും. തേങ്ങയൊക്കെ ആട്ടി കൊണ്ടുവരുമ്പോൾ അതിലൊരുപാട് വെളിച്ചെണ്ണ ഉണ്ടാവും, മേലിങ്ങനെ ഊറിങ്ങനെ നിൽക്കും. എടുക്കുമ്പോഴേക്കും ആ മട്ടും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂടുമ്പോൾ അതെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത് മൊത്തമായിട്ട് ഒഴിവാക്കി കളയും. അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഒരു മെത്തേഡ്, എളുപ്പമാർഗ്ഗമാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതാകെ ഒരിത്തിരി മട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ കാര്യമായിട്ട് വെളിച്ചെണ്ണ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. എന്നാലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്താൽ എത്രത്തോളം വെളിച്ചെണ്ണ കിട്ടും എന്നറിയാം എന്നുള്ളത് കൊണ്ടാണ്. ആവശ്യക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ ഒഴിവാക്കുന്നവർ, സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു മെത്തേഡ് അറിയായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടിയിൽ ഇട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഉണ്ടാവില്ല എന്ന് എനിക്ക് ആദ്യം അറിയാം കേട്ടോ, കാരണം കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടുത്തൊരിത്തിരി വെളിച്ചെണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ എടുത്തപ്പോൾ പിന്നെ ആ മട്ടോട് കൂടെ പോന്നപ്പോൾ ഞാൻ അവിടെ വെക്കുകയായിരുന്നു. പണ്ടൊക്കെ ഇങ്ങനെയുള്ള മട്ട് എന്ത് ചെയ്യുന്നു, ചെറിയ കുഞ്ഞു കുട്ടികളെ മേലൊക്കെ തേക്കും. കുഞ്ഞു കുട്ടികളല്ല, കുറച്ച് വലുതായാലും നമ്മളൊക്കെ ചെറുതായെന്ന് വീട്ടിൽ ഉമ്മ അങ്ങനെ തേച്ച് തരുമായിരുന്നു. അന്ന് നമുക്കൊക്കെ അത് ത്രില്ലായിരുന്നു, മേലെ തേച്ച് കുറച്ച് സമയം നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് അതൊന്നും പറ്റൂല. ശരിക്കും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാൻ തന്നെ അവർക്ക് ഇഷ്ടമല്ല, മേലൊന്നും തേച്ച് കൊടുക്കുന്നത് തന്നെ ഇഷ്ടമല്ല. പക്ഷെ നമ്മളൊക്കെ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇത് അന്ന് ഉപയോഗമായിരുന്നു. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും, എന്നിട്ട് നേരം വെളുക്കുമ്പം തന്നെ തുടങ്ങും എല്ലാ കുട്ടികളെയും വിളിച്ച് തേപ്പിച്ച് കുറച്ച് സമയം വെച്ച് ഒന്ന് മേലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം കുളിപ്പിക്കും. അപ്പോൾ നമ്മുടെ മേലൊക്കെ ഒരു പ്രത്യേക മിനുസായിരിക്കും. ആ എണ്ണയുടെ മിനുസൊക്കെ നന്നായിട്ടുണ്ടാവും. പിന്നെ ചളിയൊക്കെ ശരിക്കും പോരുകയും ചെയ്യും. ഇന്നത്തെ കാലം തേങ്ങ ആട്ടി കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, ഈ മട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതങ്ങ് ദൂരേക്ക് എറിയുന്ന ഒരു സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. ഒട്ടുമിക്ക ആളുകൾക്കും കേട്ടോ, അപൂർവം ചിലരൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ, അതിൽ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുക. എന്നാൽ അതിൽ കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലിൽ നിന്നും വെളിച്ചെണ്ണ എടുക്കൂലേ, വെന്ത വെളിച്ചെണ്ണ എടുക്കൂലേ, അതേ ഒരു സ്മെല്ലും ഭംഗിയൊക്കെ ആയിരിക്കും. കണ്ടോ, ഇപ്പോൾ ഇതിൽ നിന്ന് വെളിച്ചെണ്ണ ഊറി വരുന്നുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ ചട്ടകം കൊണ്ട് ഇളക്കുമ്പോൾ അത് മൊത്തമായിട്ട് അതിൽ തന്നെ ഇങ്ങനെ കുടിച്ചു പോവുകയാണ്. പക്ഷേ ഊറി വരുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടി ആവണം, അപ്പോഴാണ് നമുക്ക് ഇതിൽ എത്രത്തോളം ഉണ്ട് എന്ന് കാണാൻ പറ്റുള്ളൂ. കൂടുതലില്ല എന്ന് ഞാൻ ആദ്യം പറയാം. എങ്കിലും ഞാൻ ഇത് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം കലക്കായി തുടങ്ങി. നന്നായി കലക്കാവുമ്പോഴാണ് കേട്ടോ ആ വെളിച്ചെണ്ണ ഇങ്ങനെ ഊറി വരുള്ളൂ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ നേരത്തെ ഊറിയത് കണ്ടില്ലേ, വെളിച്ചെണ്ണ ഉണ്ട്, കുറച്ച് വെളിച്ചെണ്ണയേ ഉള്ളൂ. അപ്പോൾ ഇനി മട്ട് ആരും കളയൊന്നും വേണ്ട, ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. ഇതിലധികം വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഞാൻ ഇനി സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ നടുവിലേക്ക് ഇങ്ങനെ ഊറി വന്നോളും. പക്ഷേ ഈ കലക്കത്തിനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് വായിലിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, പിന്നെ നല്ലൊരു മണമാണ്. ഇതിങ്ങനെ ആയി വരുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. ഇനി മട്ടാരും കളയണ്ട, ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ഇതാണ് അതിലുള്ള വെളിച്ചെണ്ണ. കുറച്ച് വെളിച്ചെണ്ണയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിങ്ങനെ സൈഡിലേക്ക് നീക്കി കൊടുത്താൽ ബാക്കിയുള്ളതും കൂടി ഇങ്ങോട്ട് ഊറി ഊറി വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ എത്രത്തോളം വെളിച്ചെണ്ണ ഉണ്ടെന്ന്. കുറേശ്ശേ ഉള്ളൂ, എങ്കിലും മൊത്തമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങട്ടെ. വെന്ത വെളിച്ചെണ്ണയുടെ അതേ സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. എന്തായാലും നമുക്ക് ഈ ഒരു രീതിയിൽ അങ്ങനെ വെച്ചിട്ട് സാവകാശം നോക്കാം എങ്ങനെയാണ് ഊറി വരുന്നുണ്ടോ എന്നുള്ളത്. നമുക്കിതാ ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് വെളിച്ചെണ്ണ കിട്ടി. ലാസ്റ്റ് ഊറി വന്നതാണ് അത്. കൂടുതലില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത്. കുറച്ച് മട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. മട്ടുണ്ടെങ്കിൽ ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ എത്രത്തോളം വെളിച്ചെണ്ണ ഉണ്ടോ അത്രത്തോളം നമുക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.